സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂചന പണിമുടക്ക് നടത്തുന്നത്. അതേസമയം അധിക ബസ്സുകൾ നിരത്തിലിറക്കി സമരത്തെ നേരിടാനാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ഒരു ബസ്സില്ല, ഒരു ബസ്സില്ല അവിടെ. ഇനിയിപ്പോ യാത്ര പോകാൻ പറ്റില്ല. കാരണം പിന്നെ ഇനിയിപ്പോ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു പോകാനുള്ള ഒരു ഇതില്ല, പോകേണ്ട കാര്യമില്ല. സർവീസ് നടത്താൻ ഞങ്ങള് എല്ലാ പ്രാവശ്യം സർവീസ് നടത്താറുണ്ട്. അപ്പൊ പിന്നെ മുതലാളി പറഞ്ഞു ഓടാൻ യാത്രക്കാർക്ക് ബസ് വേണം, അതിപ്പോഴുള്ളൊരു തന്നെയാണ്. പക്ഷെ അനാവശ്യമായുള്ള കുറെ കാര്യങ്ങള് പണിക്കാരും മുതലാളിമാരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അറിയായിരുന്നു, എന്നാലും നാളെ മുടക്കല്ലേ മോനെ. KSRTC ഉണ്ടോ? KSRTC ഇപ്പൊ ഫാസ്റ്റ് സ്റ്റാൻഡിലേക്കാ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷിപ്പേളിലേക്ക് തോപ്പുംപടിക്ക് പോകുന്ന ബസ്സാണെങ്കിൽ അവിടെ ഇറങ്ങാലോ, ഗേറ്റിങ് ഇറങ്ങും. അങ്ങനെ പോകാൻ നിൽക്കുവാണ്. അതെ അതെ. ചേച്ചി എങ്ങോട്ട് പോകാൻ നിൽക്കുവാ? എനിക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ KSRTC ബസ്സിന് പോകാൻ നിൽക്കുവാണ്. അതെ. തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയും കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമനം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ലിഷോയിലേക്ക്. ലിഷോയ്, തൃശ്ശൂരിൽ എങ്ങനെയാണ് പണിമുടക്ക് പൂർണ്ണമാണോ? എല്ലാ സ്വകാര്യ ബസ്സുകളും പണിമുടക്കുന്നുണ്ടോ? പകരമായി KSRTC ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നുണ്ടോ? അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ സ്വകാര്യ ബസ്സുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഏറ്റവും അധികം സർവീസ് നടത്തുന്നത്. അവിടേക്കൊക്കെ KSRTC ബസ്സുകൾ വളരെ കുറവാണ്. ലോങ് റൂട്ടിലുള്ള ഇടങ്ങളിലേക്കാണ് കൂടുതലായും KSRTC ബസ്സുകളുള്ളത്. ഞാൻ നിൽക്കുന്ന ശക്തൻ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഒട്ടുമിക്ക സ്വകാര്യ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കുറച്ച് സമയം മുമ്പ് ഒരു ബസ് വന്നിരുന്നു. ഈ കിരൺ എന്ന് പറയുന്ന കാഞ്ഞാണി റൂട്ടിൽ, തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിലോടുന്ന ഒരു ബസ്. ആ ബസ്സിൻ്റെ അവരുടെ കീഴിൽ ഏകദേശം ഒരു 10ഓളം ബസ്സുകളുണ്ടെന്നാണ് നേരത്തെ അവരുടെ തൊഴിലാളികളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ബസ് മാത്രം അവരുടെ 10ഓളം ബസ്സുകൾ ഇവിടെ ഈ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. KSRTC പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതേസമയം തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന മിക്കവാറും ഇടങ്ങൾ, അതായത് കാഞ്ഞാണി ഭാഗത്തേക്കായാലും അതുപോലെ തന്നെ മുല്ലശ്ശേരി, ചാവക്കാട് ഭാഗത്തേക്കൊക്കെ തന്നെ വളരെ കുറച്ച് KSRTC ബസ്സുകൾ മാത്രമേ, വിരലിലുണ്ടാവുന്ന KSRTC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ സ്വാഭാവികമായും ഈ ജനജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് അധികം ആളുകളൊന്നും തന്നെ എന്തായാലും എത്തുന്നില്ല. കാരണം ഇന്നിപ്പോൾ ബസ് സമരമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഒരുപാട് ആളുകൾക്ക് അറിയാമായിരുന്നു. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ സമരവും ഉണ്ട് എന്ന് അറിയാതെ ഇവിടെ വന്ന് മടങ്ങിപ്പോയവരുണ്ട്. അതല്ലാതെ മറ്റ് ആളുകളൊന്നും തന്നെ വലിയ കാര്യമായി ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട്. ലിഷോയ്, ശ്യാമിനോട് ചോദിക്കാം. ശ്യാം, ഗുഡ് മോർണിംഗ്. എന്താണ് കൊച്ചിയിലെ സ്ഥിതി? കൊച്ചി നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നമുക്കറിയാം KSRTC ഉണ്ട്, അതോടൊപ്പം തന്നെ മെട്രോ ഉൾപ്പെടെയുള്ള സർവീസുകൾ ഉള്ളതിനാൽ വലിയ തോതിൽ ഈ ബസ് സമരം ബാധിക്കുകയില്ല. പ്രധാനമായിട്ടും ഈ ബസ് സമരം ബാധിക്കുക കൊച്ചിയിലെ ഉൾപ്രദേശങ്ങളിലെ മേഖലകളിലൊക്കെയാണ്. ഫോർട്ട് കൊച്ചി, തോപ്പുംപടി ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ അത് കാര്യമായ രീതിയിൽ ബാധിക്കാം. അങ്ങോട്ടൊക്കെ കാര്യമായ രീതിയിൽ KSRTC സർവീസുകൾ കുറവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ്, വൈറ്റില ഹബ്ബിലാണ്. ഈ വൈറ്റില ഹബ്ബിൽ നിരവധിയായിട്ടുള്ള യാത്രക്കാരെ നമുക്ക് കാണാം. തൊട്ടപ്പുറത്ത് നിരവധിയായിട്ടുള്ള സ്വകാര്യ ബസ്സുകൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പണിമുടക്കി കിടക്കുന്നതും കാണാം. എന്നാൽ കൂടുതൽ KSRTC ബസ്സുകൾ ഇങ്ങോട്ടേക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഇപ്പോഴത്തെ യാത്രക്കാരോടൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമോ? ഞങ്ങൾ ഇടുക്കി കട്ടപ്പന. പ്രൈവറ്റ് ബസ് സമരം? പ്രൈവറ്റും ഇല്ല, ഇപ്പോൾ ട്രാൻസ്പോർട്ടും ഇല്ല. പ്രൈവറ്റും ഇല്ല, ട്രാൻസ്പോർട്ടും ഇല്ല. കുറേ നേരമായി വന്നിക്കാൻ തുടങ്ങിയിട്ട്. എങ്ങോട്ടേക്കാ പോകുന്നത്? ഞങ്ങൾ ഇടുക്കിക്ക് പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ബസ് അതും ഇല്ലെന്നാ പറയുന്നത് ഇപ്പം. ബസ് സമരം അറിയാമായിരുന്നു? ബസ് സമരം ഇന്നലെ വൈകുന്നേരം അറിയുന്നത്. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വന്നവർ എറണാകുളത്തിന് ഒരു മരിച്ചടക്കന് വന്നതാണ്. എന്നിട്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടുപോയി ഇവിടെ വന്നു. പെട്ടുപോയി ഇവിടെ വന്ന്. എങ്ങോട്ടൊക്കെ യാത്ര? എന്തായാലും നിരവധി യാത്രക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ചേട്ടാ, എങ്ങോട്ടൊക്കെ പോകാൻ നിൽക്കുക? ചേർത്തല. ബസ്സുണ്ടോ? ബസ്സുണ്ട്. KSRTC ബസ് വരും? KSRTC ബസ് വരും. ചേർത്തലക്ക് തന്നെ പോകാൻ ചേർത്തല കൂടുതൽ ട്രാൻസ്പോർട്ട് വരും. എന്തായാലും കൂടുതൽ ആൾക്കാർ ഈ KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ്. KSRTC ബസ് എത്തും എന്നാണ് അവരും പറയുന്നത്. ചേച്ചി, ജോലിക്ക് പോകാൻ നിൽക്കുവാണോ? എങ്ങോട്ടൊക്കെ യാത്ര? കോട്ടയം. ബസ് ഉണ്ടോ? ബസ് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. പ്രൈവറ്റ് ബസ്സിനായിരുന്നു? പ്രൈവറ്റ് ബസ്സിന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ബസ് സ്ട്രൈക്ക് അറിയാമായിരുന്നു? അറിയായിരുന്നു. ഇപ്പോൾ KSRTC വരാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളും അങ്ങനെ? കോട്ടയത്തേക്കാണ് പ്രൈവറ്റ് ബസ്സിന് പോയിക്കൊണ്ടിരുന്നത്.
ഇതുവരെ വന്നിട്ടില്ല. 7:30 ആയപ്പോൾ വന്നതാണ്. ആണല്ലേ? ഇതുവരെ വണ്ടിയൊന്നും വന്നില്ല. ഇനിയിപ്പോ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ താമസിക്കുമല്ലോ. വൈകും. വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണോ? എന്നാലും നിരവധിയായിട്ടുള്ള ജോലിക്കാരും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. അവരുമൊക്കെ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നവരാണ്. പക്ഷേ KSRTCക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുക ചേട്ടാ? തിരുവാണിയിൽ പോകാൻ നിൽക്കുകയാണ്. വന്നിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. ഇതുവരെ ഒരു വണ്ടി പോലും ഇല്ല അങ്ങാട്ട്. ട്രാൻസ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. ഞാൻ നേരമല്ലൂരിൽ നിന്ന് വന്നാണ്. അന്ന് ഇവിടെ പണിക്ക് പോകാൻ വേണ്ടി വന്നാണ്. 7:30 വന്നിരിക്കണ ഇപ്പം. അപ്പം തന്നെ സമയം ഒരുപാടായി. ഇനി അവിടെ ചെന്നിട്ട് ഇനി പണി നടക്കുമെന്ന് തോന്നണില്ല. ഏതായാലും സ്വകാര്യ ബസ് സമരം ജനങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. KSRTC ബസ് അതിന് ബദലായി കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് പറഞ്ഞാൽ പോലും എല്ലാ സ്ഥലങ്ങളിലും അത് ഒരു പരിധിവരെ മാത്രമേ സാധ്യമാകൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും KSRTC ബസ്സും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നത്.